അതിന് പ്രധാനപ്പെട്ട വാർത്തകൾ ഇപ്പോൾ വരുന്നത് കോടതിയിൽ നിന്നാണ്. അതിലൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജി അവസാന കേസ് ഫയലായി പരിഗണിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു. നാളെ വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡിയിലാണ്. ഇത് ഗൂഢാലോചനയുണ്ടോ എന്ന സംശയം പോലീസ് ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഓഫീസിൽ പരിശോധന നടത്തണമെന്ന ആവശ്യം. അതുകൊണ്ട് പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുന്നു. 3 ദിവസം എന്നുള്ളത് അല്ല, പകരം നാളെ വൈകിട്ട് 5 മണി വരെ രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിലായിരിക്കും. ഇനി തെളിവെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. ഷഫീദ്, ഇതിലിപ്പോൾ ചില വാദമുഖങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് ഉയർത്തുന്നത് നമ്മൾ കണ്ടു. മാധ്യമങ്ങളോട് അദ്ദേഹം അത് ആവർത്തിക്കുകയാണ്. തന്നെ നിയമവിരുദ്ധമായാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്, നോട്ടീസ് നൽകിയിട്ടില്ല, ഒപ്പം തന്നെ ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. ഇത്തരം കൂടുതൽ വാദമുഖങ്ങളിലേക്കൊന്നും ഇന്നിപ്പോൾ കോടതി കടന്നിട്ടില്ല എന്നാണോ അറിയുന്നത്? രാഹുൽ ഈശ്വറും പറയാനുള്ളത് ആ തരത്തിലേക്ക് കോടതി പോയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, രാഹുൽ ഈശ്വറിനെ മിനിഞ്ഞാന്ന് കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ടപ്പോൾ തന്നെ പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഗൗരവമുള്ള കേസാണ്. മാത്രവുമല്ല, ഈ കേസിന് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട കണക്ഷൻ ഉണ്ട്, അതും ഗൗരവമുള്ള കേസാണ്. ആ സാഹചര്യത്തിൽ ഈ വീണ്ടും അതിജീവിതയെ അധിക്ഷേപിക്കാനുള്ള സാധ്യത അതുണ്ട്. പ്രത്യേകിച്ച് ഈ രാഹുൽ ഈശ്വറിനെതിരെ സമാനമായ ചില കുറ്റകൃത്യങ്ങൾ, അത് തിരുവനന്തപുരം അതേപോലെ കൊച്ചി എന്നീ സ്ഥലങ്ങളിൽ പല പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ ഉണ്ട് എന്നൊക്കെയുള്ളതായിരുന്നു കോടതിയുടെ ഉത്തരവിലടക്കം, ഓർഡറിലടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം. മാത്രമല്ല, ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യതയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതി നിരീക്ഷിച്ചിരുന്നു. ഏതായാലും അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട്. ഇന്ന് പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ പറയുമ്പോൾ പോലീസ് ഒരു മുഴം മുൻപേ എറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചന, ഒരു കോൺസ്പിറസി നടന്നിട്ടുള്ളതായി പോലീസ് സംശയിക്കുന്നു എന്ന കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് രാഹുൽ ഈശ്വറിന്റെ കൂടുതൽ ഗാഡ്ജറ്റ്സുകൾ പിടിച്ചെടുക്കണം. മാത്രമല്ല, തെളിവെടുപ്പ് നടത്തണം. അദ്ദേഹത്തിന്റെ ഓഫീസിലും അതേപോലെ തന്നെ വീട്ടിലടക്കം വീണ്ടും തെളിവെടുപ്പ് നടത്തേണ്ട സാഹചര്യമുണ്ട്. അതടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് നാളെ വൈകിട്ട് 5 മണി വരെ വിട്ടത്. ഈ കേസിന്റെ മുഴുവനുള്ള ഒരു മെറിറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സൈബർ പോലീസ് തയ്യാറാക്കിയിട്ടുള്ള അവരുടെ റിമാൻഡ് റിപ്പോർട്ട് അടക്കം വളരെ സ്ട്രോങ് ആയിരുന്നു. കാരണം അവർ കൃത്യമായി രാഹുൽ ഈശ്വർ എന്താണ് ചെയ്തത്, അത് ഏതെങ്കിലും തരത്തിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിനപ്പുറത്തേക്ക് ഇരയെ അല്ലെങ്കിൽ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിൽ ആവർത്തിച്ച് അധിക്ഷേപിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ചില തെളിവടക്കമുള്ള കാര്യങ്ങൾ നിർത്തിക്കൊണ്ട് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. മാത്രവുമല്ല, ഇതിൽ അന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ വീണ്ടും സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കും, അങ്ങനെ ഒരു ഹിസ്റ്ററി ഇയാളെ സംബന്ധിച്ച്, ക്രിമിനൽ ഹിസ്റ്ററി ഇയാളെ സംബന്ധിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരുന്നു. അതടക്കം ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷയിലെ പുതിയ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് SCJM കോടതി രാഹുൽ ഈശ്വറിനെ നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. രാഹുൽ ഈശ്വറിനെ നാളെ വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവായിരിക്കുന്നു. തിരുവനന്തപുരം SCJM കോടതിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ റിമാൻഡിലേക്ക് വിട്ടത്. ഇന്നിപ്പോൾ വീണ്ടും അടുത്ത നടപടി ഉണ്ടാകുന്നു. നാളെ വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ കഴിയട്ടെ എന്നുള്ളതാണ്. അതിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് പോലീസ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉൾപ്പെടെ പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ ആവശ്യങ്ങൾ കോടതി അംഗീകരിച്ചുകൊണ്ട് ഇനിയിപ്പോൾ തെളിവെടുപ്പാണ് അടുത്തത് നടക്കാനുള്ളത്. ഈ സ്ഥിരം കുറ്റവാളി എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസവും അത് കോടതിയിലും ആവർത്തിച്ചിട്ടുള്ളതാണ് എന്നത് നമുക്കറിയാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.